ഹായ് എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് യൂസിങ് സിൽക്ക് ത്രെഡ് ആണ് കാണാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയതാട്ടോ. നോർമൽ നീഡിൽ വെച്ച് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഡബിൾ സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആരി വർക്ക് ട്യൂട്ടോറിയലിൻ്റെ 4th വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിലേത് മെത്തേഡ് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. കാണാത്തവരെന്തായാലും പോയി കാണണേ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ലൈൻ തൊട്ട് താഴെ തന്നെ കൊടുക്കാം. അപ്പോൾ താഴെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആദ്യത്തെ 2 മെത്തേഡ്സിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുന്നതാവും നല്ലത്. കാരണം തേർഡ് മെത്തേഡിൽ തൊട്ട് താഴെ ചെയ്യുന്നത് ഇത്തിരി ടഫായിരിക്കും. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ 2 ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. ബ്ലൗസിൻ്റെ നെക്ക് ലൈനിലും സ്ലീവ് എൻഡിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാം. നോർമൽ നീഡിൽ വെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.